ഉദ്ഘാടനം കഴിഞ്ഞില്ലേ? റാത്തായില്ലേ? ഇത് കണ്ടില്ല നിങ്ങൾ? ഒരു പൊതുവെ മക്കളെ തമ്മിൽ ഫൈറ്റ് കൂടുന്ന സമയമാണത്. സ്വന്തം മക്കളെ തമ്മിൽ അടി കൂടുന്ന കാലഘട്ടത്തിൽ ഇന്നലെ വരെ പത്രത്തിലുണ്ടായിരുന്നു, അനിയൻ ജ്യേഷ്ഠനെ അടിച്ചു കൊന്നു സ്വത്തിൻ്റെ പേരിൽ. നമ്മൾ മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ്. അങ്ങനെ അനയിക്കുള്ളൊരു സമയത്താണ് ഇവിടെ ഒരു വീട്ടിലെ 4 മരുമക്കൾ ഒരുമിച്ച് നിന്ന് കുറച്ച് ബേബി ഫുഡ് തുടങ്ങുന്നു. വേങ്ങരയിൽ നിന്നും ആരംഭിച്ച് ഇന്നും അൽഹംദുലില്ലാ ഇവിടെ എത്തി മലപ്പുറം. എന്താ പുഞ്ചിരി കണ്ടില്ലെങ്കിൽ എന്നാൽ കുറച്ചാണ് മാറി സംസാരിക്കാം. ഇത് പ്യുവർ പാക്ക് എന്ന സ്ഥാപനമാണ്, ബേബി ഫുഡ്സ് ആണ്. വീട്ടിൽ ഇവർ മക്കൾക്ക് കൊടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ നല്ല ഫുഡ് ഐറ്റംസ്, പാക്ക്ഡ് ഫുഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവരെന്നെ പറയും. ആരൊക്കെയാണെന്നുള്ള പരിചയപ്പെടുത്തുക. വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ ഇനാഗുറേഷന് ചെയർപേഴ്സൺ ഉണ്ടായിരുന്ന മലപ്പുറം നഗരസഭ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. അപ്പോൾ അതും നമുക്കൊരു പ്രൗഡാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷത്തിൽ മേലായി, 2.5 വർഷമായി. അന്ന് തുടക്കത്തിൽ സാറ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് സാറ് അത്യാവശ്യം ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചു. അവരെ പ്രകാരം ഞങ്ങളും അവർക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ എത്തിച്ച് അവർക്ക് ഇഷ്ടമായി. ഇന്ന് അവർ ഞങ്ങളെ കൂടെ ഉണ്ടായത് കൊണ്ട് ഞങ്ങളിപ്പോൾ 3ാമത്തെ ഒരു ഷോറൂം ഓപ്പൺ ആക്കാൻ കഴിഞ്ഞു. അത് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ എന്ന നിലക്ക് സാറിന് വരാനും ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാനും സാറിപ്പം ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിക്കാനും എനിക്ക് പറ്റിയതിൽ വളരെയധികം സന്തോഷത്തിലാണ്. മലപ്പുറം നഗരസഭയുടെ ചെയർപേഴ്സൺ ഇതിൽ ഇന്ന് വലിയൊരു സന്തോഷ നിമിഷത്തിലാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വനിതകൾക്ക് പ്രത്യേകിച്ചൊരു സന്തോഷം കാണും. ഞങ്ങൾക്കും കൂടി പ്രചോദനമാവുന്ന രീതിയിലാണ് ഇവരുടെ ബിസിനസ്. ഇത് 3ാമത്തെ ഷോറൂമാണ്. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലെ 4 മരുമക്കൾ ചേർന്ന്, ആ സഹോദരിമാർ ചേർന്ന് ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുക, അത് വലിയ വിജയത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ, പിന്നെ മലപ്പുറം നഗരസഭയിൽ ഇങ്ങനെ ഒരു ഷോറൂം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കാണ് ഇതൊരു പ്രചോദനമാവുന്നത്. സത്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും എല്ലാ വേദിയിലും പറയാറുണ്ട്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. 100% അതാണ് ഫെമിനിസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കുടുംബത്തിൻ്റെ സഹായത്തോടു കൂടി, അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഗൈഡൻസോടു കൂടി അവർ ഇങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോൾ ബാക്കിയുള്ള മലപ്പുറം നഗരസഭയിലെ ബാക്കിയുള്ള സ്ത്രീകൾക്കും കൂടെ ഇതൊരു മോട്ടിവേഷനാണ്. അഡ്വക്കേറ്റ് റിനീഷ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവശ്യമാണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ സാധിക്കും എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. ഇനി നമുക്കിതിൻ്റെ പാർട്ട്നേഴ്സിനോട് തന്നെ ചോദിക്കാം ഇവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. കുന്നങ്കായ 6 മന്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസുകളുണ്ട്. പിന്നെ കുന്നങ്കായ ഉണ്ട്, നവരുണ്ട്, പിന്നെ മുളപ്പിച്ച രാഗി, സാദാ രാഗി, ഉമികളഞ്ഞ രാഗി, സൂചി ഗോതമ്പ്, നവര ഈത്തപ്പഴം, നവര കുന്നങ്കായ, വെജ് മിക്സ്, അങ്ങനെ ഒരുപാട് മുളപ്പിച്ച ചെറുപയർ, ഒരുപാട് ഐറ്റംസുകളുണ്ട്. പറഞ്ഞാൽ തീരൂല ഐറ്റംസ് സാധനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നമ്മളെ കയ്യിലുണ്ട്. 31 ഐറ്റംസ്. ഇൻസ്റ്റന്റ് ആയി കൊടുക്കുന്ന ഫുഡുകൾ 3 ടൈപ്പ്. അത് ന്യൂട്രി മിക്സ്, പ്രോട്ടീൻ മിക്സ്, പിന്നെ ആപ്പിളും ഓട്സും കൂടെ വരുന്ന, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത്. അത് ചുടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക്. എങ്ങനെയുണ്ട് ഇപ്പോ? എങ്ങനെയുണ്ട് സംവിധാനം? പിന്നെ ഞങ്ങളിപ്പോ ഈ ഷോപ്പിലേക്ക് പുതിയൊരു ഐറ്റംസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ആവശ്യമുള്ള നമ്മൾ ഭക്ഷണം കൊടുക്കാനും ഉപയോഗിക്കുന്ന പാത്രങ്ങളെ, പിന്നെ കുപ്പി പോലെ അവർക്ക് വെള്ളം കൊടുക്കാനും എല്ലാം ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റി ഐറ്റംസ് ഉള്ള ഇനി എല്ലാ ഔട്ട്ലെറ്റിലും ഇത് ലഭിക്കും. ഫുഡ് പ്രോഡക്റ്റ് മാത്രമല്ല, കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ അതിലേക്കും കൂടി ഒന്ന് മാറിയത്. ഇങ്ങനത്തെ ഐറ്റംസും കൂടി നിങ്ങൾക്ക് കൊണ്ടുവന്ന ചൂടേ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്ന. ഇനി അറിയേണ്ടത് നിങ്ങൾ ആ ഒരു കോഓപ്പറേഷൻ ഐക്യൊക്കെ ഭയങ്കര സംഭവമാണ്, മാതൃകാപരാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ബിസിനസ്? അൽഹംദുലില്ലാ 2.5 വർഷം കൊണ്ട് ഇങ്ങനെ ഇത്രയും വളരെയധികം സന്തോഷത്തിലാണ്. നല്ല ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് പ്യുവർ പാക്കിന്റെ പേരിൽ ഒരു വണ്ടി ഇറക്കി. അന്നൊന്നും നമ്മൾ വ്യത്യാസം എന്താണ്? തുടങ്ങിയപ്പോ ചെറുമട്ടത്തിലൊക്കെ ഞങ്ങള് വീട്ടമ്മ എന്നുള്ള ലെവലല്ലേ, നമുക്ക് ആരും അറിയില്ല. ഇന്നിപ്പോ എവിടെ ചെന്നാലും ആളുകളല്ലേ വീഡിയോ കണ്ടിട്ട് എല്ലാരും ചോദിക്കുക, നിങ്ങളാ 4 മരുമക്കളുടെ വീഡിയോയിലുള്ള ആളുകളല്ലേ എന്നുള്ളൊരു അഭിപ്രായമാണ് എപ്പോ ചെന്നാലും. കേരളത്തിലെ പ്രശസ്തരായ മരുമക്കളും കൂടിയാണ്. എന്തൊരു ഭക്ഷണം ചെന്നുണ്ടെങ്കിലും പരിപാടിക്ക് എവിടെ ചെന്നുണ്ടെങ്കിലും നമ്മൾ അറിയാത്ത ആളുകൾ പ്യുവർ പാക്കിന്റെ ആൾക്കാരല്ലേ. ഫൈസൽ സാർ ചെയ്ത വീഡിയോ ഞങ്ങൾക്ക് നമ്മളിപ്പോ വെറും 10ാം ക്ലാസ്സുകാരാണ്. പക്ഷെ അന്നൊക്കെ നമ്മളൊരു വീട്ടമ്മല്ലേ. ഇപ്പൊ നമ്മൾ എവിടേക്ക് ഇറങ്ങിയാലും നമ്മൾ ഓരോരുത്തർ വിളിക്കുക, മാഡം എന്താ ഞങ്ങൾക്ക് കുട്ടികൾ കൊടുക്കാൻ പറ്റിയത്. അത് കേൾക്കുമ്പോ തന്നെ നമ്മള് കുറെ ഉയർച്ചയിലെത്തിയ പോലെ. അല്ല, ശരിക്ക് എല്ലാ ഡിഗ്രി ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, അതാണ് അത്ഭുതം. അപ്പൊ ഇതിന്റെ
പിന്നെ ഒക്കെ പഠിച്ചെടുത്തു, എക്സ്പീരിയൻസ് ആയി, ക്ലാസ്സിന് പോയി. അല്ല BBA കഴിഞ്ഞപ്പോ നമ്മള് അതൊക്കെ പഠിച്ച ലെവലിലേക്ക് എത്തി. BBA MBA പോലെ ആയില്ലേ? MBA ഒക്കെ എടുത്ത പോലെ ആയിപ്പോ. കോളേജ് പോകേണ്ട ആവശ്യമില്ല, ബിസിനസ് ചെയ്ത് പഠിക്കും. അതിന്റെ ബിസിനസ് ക്ലാസ്സുകൾക്ക് കുറെ പോകുന്നു. നിങ്ങൾ കാണുമ്പോൾ പല ആളുകളും ഇപ്പോൾ ഇവിടുന്ന് ഒരു കൗൺസിലർ വരെ പറഞ്ഞു നഗരസഭൻ്റെ, ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്താ പറഞ്ഞു കൊടുക്കി. ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അതിനെന്താ സമയമില്ല അന്ന് നമ്മള് നേരത്തെ പണിയൊക്കെ കഴിച്ച് ഇറങ്ങാൻ തുടങ്ങി. മറ്റേത് വീട്ടിലിരിക്കുമ്പോ അപ്പം പണിയൊക്കെ എടുക്കാൻ മടിയാണ്, അപ്പൊ അങ്ങനെ ഇരിക്കും. ഇപ്പൊ അന്നൊന്നും ഇപ്പൊ വരുമാനമൊക്കെ ആയി അപ്പൊ എന്താ മാറ്റം? തുടങ്ങിയപ്പോ അതിനുള്ള മാറ്റം വന്നു. എന്തൊക്കെയാ മാറ്റം വന്നത്? പൈസ വന്നപ്പോ സ്വന്തം ഭർത്താക്കന്മാരടുത്ത് പൈസ ഉണ്ടാവും, നിങ്ങളടുത്ത് പൈസ വന്നപ്പോ അതല്ല സപ്പോർട്ടായി. കാരണം അപ്പൊ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് അവരെ പരിചയപ്പെടുത്താം, 4 ഭർത്താക്കന്മാരെ പരിചയപ്പെടുത്താം. പിന്നെ ഒരാള് പ്രത്യേകിച്ച് കിടന്ന് ഓടും. അതൊന്നും അത് അസൂയല്ല എന്നുള്ള ഹസ്ബൻഡുമായിട്ടൊന്നും അവിടെ എത്തൂല. അത്ര എത്തൂലല്ലേ? പൊതുവെ ഇളച്ചി മുത്തച്ചി അറിഞ്ഞാൽ തന്നെ ചിലയിടത്തൊക്കെ ഭയങ്കര അസൂയും എല്ലായിടത്തും ഇല്ലട്ടാ. ചില വീട്ടില് അത് 2 മതി, ഇത് 4 ടൈമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ബിസിനസിനെ കുറിച്ച് പറയാനോ അത് ഡെവലപ്മെന്റ് എങ്ങനെ ഇനി എന്തൊക്കെ പദ്ധതി ഫ്യൂച്ചറിൽ അടുത്ത ബ്രാഞ്ച് ഒക്കെ ഉണ്ടാവും? വലിയ ബ്രാൻഡായിട്ട് മാറ്റണം. ഇനി ചോദിക്കട്ടെ, ഇപ്പൊ എവിടെയൊക്കെ ഉണ്ട്? വേങ്ങര കച്ചേരിപ്പടിയില്, പിന്നെ കോട്ടക്ക പുതുപ്പറമ്പ് അവിടെ പ്രൊഡക്ഷൻ ഒക്കെ മെഷീനറി വെച്ചിട്ട് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന കാരണം എല്ലാരോടും പറയാറുണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. നല്ല ഫുഡാണ്, നമുക്ക് റിവ്യൂ ഒക്കെ അങ്ങനെയാണ് വരുന്നത്. നിങ്ങളാണ് ഞങ്ങളവിടെ എത്തിച്ചത്. എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കും ഞങ്ങളോട്, ഫൈസൽ സാറ് ചെയ്ത വീഡിയോയിലെ മരുമക്കളല്ലേ ഞങ്ങളോട് ചോദിക്കും. നമ്മളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇനി ഫോണ് ഒരിക്കലും കയ്യിൽ നിന്ന് വെക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. സത്യമായിട്ടും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതായത് തിരക്കാവും. അന്ന് മുതൽ ഞങ്ങൾക്ക് ഫോണ് വെക്കാനുള്ള ടൈം. ഓർഡർ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. 4 ഫോണിലും വാട്സപ്പ് ഉണ്ട്. അപ്പൊ 4 ഇങ്ങനെ റീപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓർഡർ കിട്ടും. അപ്പൊ പണി എടുത്തിട്ട് തന്നെയാണ്, വെറുതെ നോക്കി നിന്നിട്ടല്ല. അതാണ് അപ്പൊ തുടങ്ങുന്നവര് നല്ലതാണോ? അപ്പൊ ഏത് സുഹൃത്തുക്കളെ, ഇതാണ് ഇവർ നേരത്തെ പറഞ്ഞ ഇവരുടെ ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ ഭർത്താക്കന്മാരുടെ ആ വലിയ സപ്പോർട്ടാണ് ഇവരുടെ ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു. അപ്പോൾ പൊതുവേ ചില ആളുകളൊക്കെ ഭാര്യമാർക്ക് കഴിവുണ്ടെങ്കിലും വീട്ടിൽ ഒതുക്കി നിർത്തി ജീവിതാവസാനം വരെ പല അവസരങ്ങളുണ്ടായിട്ടും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവരിതാ പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. പേര് പറഞ്ഞിടയ്ക്ക് മുസ്തഫ കമാൽ അബ്ദുൽ നാസർ. ഓക്കെ, നിങ്ങളെ ഹസ്ബൻഡാണ്? അബ്ദുറഹ്മാൻ ഹസ്ബൻഡാണ്. ഓക്കെ, ഇസ്മായിൽ. ഓക്കെ, മുസ്തഫ കമാൽ. ഓക്കെ. പിന്നെ ഇത് തുടങ്ങിയതിന് ശേഷം, അതായത് നമ്മൾ ആദ്യം ഇതിന് ഇറങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു താല്പര്യപ്രകാരമാണ് ഇവർ ഇതിന് ഇറങ്ങുന്നത്. സീരിയസ് ആവുന്ന വിചാരിച്ചിട്ടില്ല, അതൊരു ഇതിനായിട്ട് അപ്പോൾ പിന്നെ നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ടുകളാണ് കൊടുക്കുകയായിരുന്നു. എന്താണ് അബ്ദുറഹ്മാൻ, നിങ്ങളെ പറ്റി ഇവരെല്ലാവരും പറഞ്ഞു കേട്ടോ, അസൂയല്ലാതെ. മാഷാ അല്ലാഹ്, അല്ല അങ്ങനെ നന്നായി. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? എന്താണ്? അല്ലല്ല, ഇവർക്ക് നമ്മള് പിന്തുണ നൽകുകയാണ്. അതാണ് ഇവര് ഇപ്പൊ നിങ്ങളില്ലാത്ത ഇൻഡിപെൻഡന്റ് ആയി, ഒരു സ്വന്തമായി. എന്റെ പ്രധാന ചാലകശക്തി ഇപ്പോ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാതെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണിപ്പോ ഇവരെ മക്കളൊക്കെ ഉണ്ട്. എന്താണ്, എല്ലാരും ഹാപ്പി അല്ലേ? ഉമ്മമാര് ഒക്കെ ഉഷാറായിട്ട് പോണു അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? എന്താ പറയാനുള്ളത് ഉമ്മാരുടെ ഈ കഠിന പ്രയത്നത്തെ കുറിച്ച്? ആരെങ്കിലും എന്താ മോളെ? എന്താ ഒരാൾക്കാർ ഉഷാറാണ്, എന്നും സമയത്തിന് കടയിലെത്തണേ, എല്ലാ പണിയും തീർത്തിട്ട് വീട്ടിലത്തെ പണിയും തീർക്കുന്നുണ്ട്. വീട്ടിലത്തെ പണി രാവിലെ എല്ലാരും അതിൽ ഒന്നൊന്നിനും വെച്ചാണ്. അപ്പൊ ആരും അതിനനുസരിച്ച് സപ്പോർട്ട് ഉണ്ട്. എല്ലാരും പഠിക്കല്ലേ? എല്ലാരും പഠിക്കല്ലേ? ഒക്കെ നമ്മളെ സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ. എന്താ മോളെ, ഉഷാറല്ലേ? ഇതാരൊട്ടിയാ? ഇത് മോളാണ്. എന്താണ് മോളെ ഉമ്മാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്, ഉഷാർ. അവർക്ക് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഉഷാറാവട്ടെ അല്ലേ? മോനൊക്കെ ഇപ്പൊ ഇവിടുത്തെ ഫുഡാണ് കൊടുക്കുന്നത്. മാഷാ അല്ലാഹ്, അതാണ് വേണ്ടത്. മലപ്പുറം ജാം ജൂമിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് പ്യുർ പാക്കിന്റെ ഈ ഒരു ബ്രാഞ്ച്. അപ്പോൾ നിങ്ങൾ സാധനം ഇവിടെ നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്പർ കൊടുക്കുക. ഓൺലൈനിലും പർച്ചേസ് ഉണ്ട്, ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട് കേട്ടോ.